നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള മുഖ്യമന്ത്രിമാരുടെ പട്ടിക പുറത്ത്. നേതാക്കളുടെ സ്വീകാര്യത എത്രയുണ്ടെന്ന് ലക്ഷ്യമിട്ടാണ് സർവേ നടത്തിയത്. സർവേ പ്രകാരം രാജ്യത്തെ ഏറ്റവും ജനപ്രിയ മുഖ്യമന്ത്രിമാരിൽ രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനാണ്. 51.3% ജനപ്രീതിയോടെയാണ് യോഗി രണ്ടാം സ്ഥാനം ഉറപ്പാക്കിയത്. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ് പട്ടികയിൽ ഒന്നാമത്. 52.7% ജനപ്രീതിയോടെയാണ് നവീൻ ഒന്നാം സ്ഥാനത്തുള്ളത്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നേതാക്കളിൽ ഒരാളാണ് നവീൻ. 48.6% റേറ്റിംഗ് നേടിയ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് മൂന്നാം സ്ഥാനത്ത്. മുൻ കോൺഗ്രസ് അംഗമായ ശർമ്മ 2015 ബിജെപിയിൽ ചേർന്നത്. 2021 അസമിലെ 15ാമത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. 42.6% റേറ്റിംഗുമായി ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ് നാലാം സ്ഥാനത്തുള്ളത്. ഇദ്ദേഹം ഗുജറാത്തിന്റെ 17ാമത് മുഖ്യമന്ത്രിയാണ്. ത്രിപുര മുഖ്യമന്ത്രി ഡോക്ടർ മണിക് സായിക്കാണ് അഞ്ചാം സ്ഥാനം. 41.4% ഇദ്ദേഹത്തിന്റെ റേറ്റിംഗ്. 2016 ബിജെപിയിൽ ചേർന്ന മുൻ കോൺഗ്രസ് നേതാവായ സാഹ 2022 ത്രിപുര മുഖ്യമന്ത്രിയായി രണ്ടാം തവണ അധികാരമേറ്റു. അതേസമയം പട്ടികയിലെ മറ്റു മുഖ്യമന്ത്രിമാരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പോലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ഉണ്ടാകാനും സാധ്യതയില്ല. കാരണം കേരളത്തിലേക്ക് വരുമ്പോൾ രണ്ടാം തവണയും അധികാരം കിട്ടിയതിന്റെ ഹുങ്ക് മാത്രമാണ് പാർട്ടിക്കും അണികൾക്കുമുള്ളത്. അതൊഴിച്ചാൽ ബാക്കിയുള്ള നാളുകൾ അത്ര നല്ലതല്ല, ഇപ്പോഴും നല്ലതല്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ അദ്ദേഹത്തെയും കുടുംബത്തെയും ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇപ്പോഴുമുണ്ട്. ഏത് നിമിഷവും മക്കളുടെ കമ്പനി അടക്കം പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയാണ്. അതും പോരാഞ്ഞിട്ട് വകുപ്പിൽ നടക്കുന്ന അഴിമതിയിൽ മറ്റും വേറെ. ഇതൊക്കെ ഉള്ളതുകൊണ്ട് കേരളത്തിന്റെ ഒരു ചിത്രം ഇപ്പോൾ എല്ലാ ജനത്തിന്റെയും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ഇനി BJP അണികളെ സംബന്ധിച്ച് 2024 2029 2034 മോദി തന്നെ പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും. 2024 മോദി പ്രധാനമന്ത്രി പദത്തിലെത്തുമെന്നും എന്നാൽ 2029 മുന്നേ അദ്ദേഹത്തിന് വേണ്ടി ഒരു പിന്തുടർച്ച പദ്ധതി തയ്യാറായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന പ്രായോഗികവാദികളും പാർട്ടിയിലുണ്ട്. മോദിക്ക് ശേഷം ആരാണ് എന്ന ചോദ്യം ഉയർത്തുന്നത് ഇക്കൂട്ടരാണ്. 2029 മുൻപ് തന്നെ മോദി മാറി നിൽക്കുകയും തെരഞ്ഞെടുത്ത പിൻഗാമിക്ക് അധികാരം കൈമാറുകയും ചെയ്യുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. 75ാം വയസ്സിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണമെന്ന രീതി പാർട്ടിയിൽ കൊണ്ടുവന്നത് മോദിയാണെന്നിരിക്കെ അദ്ദേഹത്തിന് മാത്രമായി അതിൽ എന്തെങ്കിലും ഇളവ് ലഭിക്കുമോ എന്നും കണ്ടറിയണം. ഇളവ് ലഭിച്ചില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ, അതായത് അദ്ദേഹത്തിന്റെ മൂന്നാം ടേമിന്റെ രണ്ടാം വർഷവും തന്നെ ഭരണ കൈമാറ്റത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. 2025 സെപ്റ്റംബറിൽ മോദിക്ക് 75 വയസ്സ് തികയുമെന്നാണ് ഇതിനൊരു കാരണം. നിലവിൽ നേതൃനിരയിൽ രണ്ടാമനും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായാണ് ചിലർ മോദിയുടെ പിൻഗാമിയായി കാണുന്നത്. BJPയുടെ തുടക്കകാലത്ത് അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും എങ്ങനെയായിരുന്നു അത്തരമൊരു സമരവാക്യത്തിലാണ് മോദി ഷാ കൂട്ടുകെട്ടിനെയും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മോദിയും ഷായും ഒരേ ചിന്താഗതിക്കാരാണ്. ഏതായാലും മോദിക്കൊപ്പം രണ്ടാമനായി നിൽക്കാനാണ് ഷാ താല്പര്യപ്പെടുന്നത്. മോദിക്കൊപ്പം നിന്നുകൊണ്ട് തന്ത്രങ്ങൾ മെനയുന്ന നേതാവെന്ന നിലയിൽ അമിത്ഷാ ഉടനെങ്ങും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ സാധ്യതയില്ലെന്ന് വേണം കരുതാൻ.